ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമ്മൾ അഫ്ഗാനി ചിക്കനാണ് തയ്യാറാക്കുന്നത്. നല്ല അടിപൊളി ഗ്രേവിയോട് കൂടിയുള്ള കറിയാണിത്. പിന്നെ ഇത് കഴിച്ചിട്ട് നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും, അത്രയ്ക്ക് ടേസ്റ്റാണിത്. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അഫ്ഗാനി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു 3/4 കിലോ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങാനീര്, ഒരു 3/4 ടീസ്പൂണോളം ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മസാല കൂട്ട് തയ്യാറാക്കണം. അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഒരു 6 കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി, 8 പച്ചമുളക്, ഒരു വലിയ ഉള്ളി, ഒരു പിടിയോളം മല്ലിയില, അതേ അളവിൽ തന്നെ പുതിനയില. ഇത് നമുക്ക് നന്നായിട്ട് ചതച്ചെടുത്ത് വരാം. നല്ല ഫൈനായിട്ട് തന്നെ ചതച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ പേസ്റ്റ് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ നേരത്തെ ഉപ്പും ചെറുനാരങ്ങയും പിടിപ്പിച്ച് ചിക്കനിലേക്ക് നമ്മൾ അരച്ചു വെച്ച നമ്മുടെ ഗ്രീൻ മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 25 അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് തൈര്, 1/2 കപ്പ് ഫ്രഷ് ക്രീം, 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള കസൂരി മെത്തി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് ഒരു കനൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് അതിൻ്റെ മുകളിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഇതിനൊന്ന് പുക കയറ്റിയിട്ടാക്കാം. ഇതാണ് സമയത്താണ് നമുക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു അടിപൊളി ടേസ്റ്റ് നമുക്ക് കിട്ടുക. നമുക്കൊന്ന് ഒരു 10 മിനിറ്റ്, കൂടുതലൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ലാസ്റ്റായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂണോളം ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഇത് കയ്യിൽ ചാട്ട് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നല്ലൊരു ഫ്ലേവറാണ് ചാട്ട് മസാല ഇട്ടാൽ കിട്ടുക. ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് ചിക്കനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അധികം ഓയിൽ ഒഴിക്കേണ്ട, വെറും 2 സ്പൂണോളം ഒഴിച്ചാൽ മതി.
ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കന് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അധികം മസാല വരാണ്ട് തന്നെ ഒരു ചിക്കനിക്കെല്ലാം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ. ബട്ടർ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 2 ഏലം, ഒരു 4 ഗ്രാമ്പു, ഒരു പട്ട ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെയുള്ള ഗ്രേവി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടു. നമ്മൾ സെറ്റ് ചെയ്ത പാത്രത്തിൽ ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് നമുക്കിതിലേക്ക് തന്നെ അത് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിം ചെയ്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വരെ അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ എണ്ണയെല്ലാം ഏകദേശം തെളിഞ്ഞ് ആയിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മല്ലിയില നമുക്ക് മുകളിലെല്ലാം വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം അടുത്ത പുതിയ അടിപൊളി റെസിപ്പിയുടെ വീഡിയോ ആയി കാണുന്നതിലേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.